എല്ലാ ലോൺ ആപ്പുകളും സുരക്ഷിതമല്ല. മൊബൈൽ ആപ്പുകൾ വഴി ലോൺ എടുക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത്തരം ആപ്പുകൾ നിയമാനുസൃതമാണോ അല്ലയോ എന്ന് പരിശോധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. RBIയിൽ രജിസ്റ്റർ ചെയ്ത ബാങ്കോ NBFCയോ ആണോ ഇവയെന്ന് പ്രത്യേകം ഉറപ്പാക്കേണ്ടതാണ്. ആപ്പ് സംബന്ധിച്ച അവലോകനങ്ങൾ പരിശോധിക്കുക എന്നതാണ് മറ്റൊരു മുൻകരുതൽ നടപടി. ഇത് ഉപയോക്താക്കളിൽ ആത്മവിശ്വാസം വളർത്തുന്നു. ആപ്പിന്റെ വിശ്വാസ്യത പരിശോധിക്കാനും കമ്പനിയുടെ പശ്ചാത്തലം വിലയിരുത്താനും ആപ്പ് സ്റ്റോറുകളിലെ അവലോകനങ്ങൾ പരിശോധിക്കുന്നത് നല്ലതാണ്. പ്രോസസ്സിംഗ് ചാർജ്, EMI വൈകുമ്പോൾ ഈടാക്കുന്ന ചാർജുകൾ എന്നിവയുൾപ്പെടെ ലോൺ എടുക്കുന്നവർ നേരിടേണ്ടി വരുന്ന എല്ലാ ചെലവുകളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതാണ്. ഉയർന്ന പലിശ നിരക്കുകൾ, മറഞ്ഞിരിക്കുന്ന ചാർജുകൾ, ഉയർന്ന പിഴകൾ തുടങ്ങിയവ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അറിയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺടാക്റ്റുകൾ, SMS ഡാറ്റ തുടങ്ങിയ സെൻസിറ്റീവായ വ്യക്തിഗത ഡാറ്റകൾ ആക്സസ് ചെയ്യാൻ പല ആപ്പുകളും അനുമതി ചോദിക്കുന്നുണ്ട്. അതിനാൽ ലോൺ എടുക്കുന്നവർ അവരുടെ സ്വകാര്യ ഡാറ്റ നഷ്ടപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാന കാര്യം ലോൺ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾക്ക് എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാൻ കഴിയുന്ന തുക മാത്രമാണ് ഇത്തരം ആപ്പുകളിലൂടെ കടം വാങ്ങാവൂ എന്നതാണ് അത്. ഒരു ബട്ടൺ അമർത്തിയാൽ ഇത്തരം ആപ്പുകളിലൂടെ എളുപ്പത്തിൽ വായ്പ ലഭിക്കും. എന്നാൽ വാങ്ങുന്ന തുക എങ്ങനെ തിരിച്ചടയ്ക്കും എന്നത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയ ശേഷമായിരിക്കണം പണം സ്വീകരിക്കേണ്ടത്. അല്ലെങ്കിൽ ഭാവിയിൽ നിങ്ങൾക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന കാര്യം ഓർക്കുക. ഇത്തരം ആപ്പുകളിൽ നിന്ന് നിങ്ങൾ ലോൺ എടുക്കാറുണ്ടോ? ലോൺ ആപ്പുകൾ വഴി പണം സ്വീകരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക.